കാലത്ത് ഞാൻ ഇട്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങാം. ഇന്നത്തെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടൊരു കാര്യം ഇതിലായിരുന്നു. ഇവിടെ ഇട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതും വരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ് വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് എന്നോ അല്ലെ? ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഇതിന് താഴെ ട്രെൻഡ് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നത്. എത്ര ആളുകൾ ആക്ച്വലി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരുന്നത് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? യൂഷ്വലി ഇപ്പൊ നിങ്ങൾ പറയാറുണ്ടോ ഓരോ ദിവസം ഓരോ ടാസ്ക് തരണം, അല്ലെങ്കിൽ എന്ത് ടാസ്ക് തന്നാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. എത്ര ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഐ തിങ്ക് എല്ലാത്തെയും പോലെ ഷെല്ലിയുടെ ആൻസർ വളരെ ക്ലാരിറ്റി ഉള്ള ആൻസർ ആയിരുന്നു. ഇപ്പൊ ഷെല്ലി ഒരു തമ്പ് തന്നപ്പോഴാണ് ഞാൻ ഷെല്ലിയുടെ പേര് ഓർത്തത്. വേറെ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? പറയൂട്ടെ, പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മൾ ക്ലാസ് ആയിട്ട് പോവാണ്, അപ്പൊ നമുക്ക് ഡിലേ ഇല്ല, ഡിലേ ആക്കാൻ പറ്റില്ല. ആരൊക്കെ അനാലിസിസ് കണ്ടിരുന്നു? അൻവർ കണ്ടിരുന്നു. അൻവർ മാത്രം കണ്ടുള്ളൂ. ആൽവിൻ വില്യം കണ്ടു. ഓക്കെ. ഡെയിലി അനാലിസിസിൽ പറഞ്ഞിരുന്നു, ട്രേഡിംഗ് റേഞ്ച് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു, ട്രേഡിംഗ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് അനാലിസിസിൽ പറഞ്ഞ റേഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അതിൽ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് പറഞ്ഞത്, ഇതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ട്രെൻഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു പക്ഷേ അതിന് ശേഷമായിരിക്കും നിങ്ങൾ മാർക്കറ്റ് ഇപ്പൊ ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനൊരു വാർണിംഗ് തന്നിട്ടുണ്ട്. എന്താണ് ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയൊരു റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. ഒരു മിനിറ്റ്. ഏറെക്കുറെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഞാനൊന്ന് വരച്ചിട്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഏറെക്കുറെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അജിഘോഷ്, ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അനാലിസിസിൽ? റേഞ്ച് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ എത്തുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം. പിന്നെ അത് ഇന്റർനാഷണൽ ആൾക്കാർ ഒരു കണക്ക് കൂട്ടല് അത് വീക്കിലി അനാലിസിസിലല്ലേ? എന്തായാലേ ഇന്ന് കറണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നം. ഇപ്പോഴും കറണ്ട് ഇല്ല. അത് കാരണം എനിക്ക് ഇന്ന് ശരിക്കും അത് കാണാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സാറ് ചോദിച്ചപ്പോ ഇന്ന് കറണ്ട് ഭയങ്കര പ്രശ്നം. ഇപ്പോഴും ഇല്ല കറണ്ട് ഇവിടെ. ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് അവസരം എന്താ ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ വീക്കില് നമ്മൾ പറഞ്ഞിരുന്ന ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാൻഡില് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്തോളൂ, ഭയങ്കര നോയ്സ്. ഇപ്പൊ മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അനാലിസിസിലും കാലത്ത് പറഞ്ഞ എന്താണ്, ഇതിന്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ എന്താ മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അപ്പോഴും ഇതൊരു വാണിംഗ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. കാരണം ഇത് വാണിംഗ് ആയിട്ട് എടുക്കാതെ നമുക്ക് നിവൃത്തിയില്ല. ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ്, അവിടേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റേഞ്ചിനെ ഇന്ന് മാർക്ക് ചെയ്തിരുന്നത്. ഈ റേഞ്ചിനെ മാർക്ക് ചെയ്യാനുള്ള കാരണം അതായിരുന്നു. ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് കളിച്ചാൽ അല്ലെങ്കിൽ നിന്നാൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് റേഞ്ചിനെ മാർക്ക് ചെയ്തത്. ആർക്കെങ്കിലും അത് അങ്ങനെ തോട്ടുണ്ടായിരുന്നോ? അപ്പോഴാണ് ഷെല്ലി ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിക്കുള്ളിൽ അല്ലെ? 10 മണിക്കുള്ളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. 10 മണിക്കുള്ളിലത്തെ ഒരു ഇതുണ്ടാവും. 10 മണിയാവുമ്പോ 9:30 ആണ് പറഞ്ഞത്. കാരണം 9:30ക്ക് പവലിന്റെ സ്പീച്ച് വരുന്നുണ്ട്. അപ്പൊ ആ റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മിക്കവാറും നിൽക്കാനുള്ള സാധ്യത എന്നുള്ളത് കൊണ്ടാണ് ഒരു ലെവൽ വരെ നിൽക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. റേഞ്ചിന്റെ ഉള്ളിൽ കൂടുതൽ നേരം നിന്ന് കളിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ ആയിരുന്നു കാലത്ത് തന്നത്. കാരണം ഓൾറെഡി നമ്മൾ എന്ത് തന്നിട്ടുണ്ട്, ഓൾറെഡി അനാലിസിസ് തന്നിട്ടുണ്ട്. അനാലിസിസിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നിങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയമായി ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയമായി ചിന്തിച്ചു തുടങ്ങണം. വേണ്ടേ? അപ്പൊ അതിനുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ അതിനൊരു സിഗ്നൽ എന്നുള്ള രീതിയിലാണ് തന്നത്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ എൻട്രി സിഗ്നൽ അല്ല, ആക്ച്വലി അതായിരുന്നു തന്നിട്ടുണ്ടായത്. മാത്രമല്ല ഒരു ട്രെൻഡ് ലൈനും വരച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻ ഞാൻ ഇതിന്റെ താഴത്താണ് വരച്ചതെന്നാണ് എന്റെ ഓർമ്മ. അല്ലെ, ഇവിടുന്നല്ലേ വരച്ചിട്ട് ട്രെൻഡ് ലൈൻ വരച്ചിരുന്നത് താഴത്താണെന്ന് ഓർമ്മ. എനിക്ക് പിക്ചർ നോക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും വരച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അല്ല, 1 അവറിൽ വരച്ചല്ലേ? 1 അവറിലാണെങ്കിൽ അപ്പൊ ഇതാണ് വരച്ച്, ഇത് തന്നെ വരച്ചത് തോന്നുന്നത് അല്ലെ? ഓക്കെ. അതും എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി പക്കായിട്ട് വർക്ക് ചെയ്തോ? ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഇന്ന് എങ്ങനെ പക്കായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ച രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ ഇതിലുണ്ട്. അത് വേറൊരു രീതി എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാം എന്നൊരു കാര്യമുണ്ട് അതില്. എന്താണ്, ഇതെങ്ങനെയാണ് പക്കായിട്ട് വർക്ക് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ഡെറിൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വേറെ പലരും ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇതൊരു വേറൊരു കൺസെപ്റ്റ് പ്രകാരമാണ് ഇത് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ വേറെ കൺസെപ്റ്റ് ഉണ്ട് അതിൽ. അപ്പോ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ അതൊരു പിക്ക് ചെയ്യുകയാണെങ്കിൽ, എൻട്രി കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയേനെ. നമുക്ക് പക്ഷെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടി ആയിരുന്നു. അതെല്ലാം ഞാൻ പറയാം, അടുത്ത ലെവലിലേക്ക് പറയാം.
അപ്പൊ ഇന്ന് അനാലിസിസ് പറഞ്ഞ പ്രകാരമാണ് മാർക്കറ്റ് ഇപ്പോ നിൽക്കുന്നത്. ഇനിയിപ്പോ ഇതിന് ശേഷം സംഭവിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഏറെക്കുറെ അനാലിസിസ് ഓക്കെ ആയിട്ടുണ്ട്. അനാലിസിസ് ഏറെക്കുറെ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാണെങ്കിൽ കിട്ടും. പക്ഷെ എന്നാലും ഹൈനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇനി വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാൻഡിൽസ് വളരെ മുഖ്യമാണ്. ഇവിടുന്ന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ലൈവ് മാർക്കറ്റിൽ എന്തിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇതിന് ശേഷം വരുന്ന ക്യാൻഡിൽസ് ആയിട്ടും കറക്റ്റ് ആയിട്ട് പറയാം. മാത്രമല്ല എന്താണ് ന്യൂസ് മാൻഡേറ്റിക് ന്യൂസ് വരാനുണ്ട്. അപ്പൊ അത് എങ്ങനെ ഇമ്പാക്ട് ആവും എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ അനാലിസിസുമായിട്ട് മോർണിംഗ് അനാലിസിസുമായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ പോയി നോക്കുക. നമ്മുടെ ഈ പറഞ്ഞിരുന്നു എന്താണ് അവിടെ നമ്മുടെ ഒരു എന്ത് പറഞ്ഞിരുന്നു, ഈ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജീനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അനാലിസിസിൽ പറഞ്ഞിരുന്നു. അതും കൂടി പറയണല്ലോ, അത് ഞാൻ വിട്ടുപോയി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജീനെ കുറിച്ച് പറഞ്ഞ് അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. 1 hourൽ അങ്ങനെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞ ഏറെക്കുറെ ആയിരുന്നു. ഞാൻ 100% അവകാശവാദം ഒന്നും പറയില്ല. അപ്പോ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോ അനാലിസിസിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി ഗ്രൂപ്പിൽ നിങ്ങൾ ഇട്ട കുറച്ച് സ്ക്രീൻഷോട്ടുകൾ പിക്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ കറക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. റാൻഡമിലേ ഞാൻ എടുക്കുള്ളൂ, എല്ലാവർക്കും എടുക്കില്ല. അപ്പൊ ആദ്യമേ ഞാൻ നോക്കട്ടെ, നോക്കിയതിനു ശേഷം ഞാൻ പറയാം. ഇനി ഞാൻ പിക്ക് ചെയ്യാം. ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ഇട്ട മെസ്സേജുകളൊക്കെ ഒന്ന് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇട്ടത് തന്നെ എടുക്കാം. അപ്പൊ പിന്നെ നമുക്ക് കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. ഇത് വർക്ക് ചെയ്തിരുന്നോ? വർക്ക് ചെയ്തിരുന്നു. ഇത് റീടെസ്റ്റ് ഉണ്ടായിരുന്നോ അതോ ഡയറക്റ്റ് പോയോ? എങ്ങനെ ഇത് വർക്ക് ചെയ്തത് ശ്രദ്ധിച്ചിരുന്നു? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു അതെങ്ങനെ വർക്ക് ചെയ്തെന്നുള്ളത്? റീടെസ്റ്റ് ഉണ്ടായത് ആരും ശ്രദ്ധിച്ചില്ല. വെറുതെ ഞാൻ പറയുന്ന സമയത്ത് മാത്രം നോക്കിയിരുന്നാണ് അല്ലെ? ഇതിന്റെ താഴെ ഐ മീൻ എനിക്ക് ഇത് കറക്റ്റ് ഇതിൽ ഹിറ്റ് ചെയ്തിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഞാൻ നോക്കട്ടെ, അതിന്റെ തന്നെ നമ്പർ നോക്കട്ടെ. 24-14. അതിനെ കുറച്ച് താഴെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ, മുകളിലല്ല വരച്ചിരിക്കുന്നത്. ഈ റേഞ്ചിലാണ് വരച്ചിരിക്കുന്നത്. അത് ഗ്രൂപ്പിൽ നോക്കി ഞാൻ നിങ്ങൾക്ക് അറിയാം. 24-14 താഴെ കുറച്ച് 13,500 24-15 മുകളിലാണ് വരച്ചത്. 13,500 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി താഴെ. ഇവിടെ ഇന്റേണൽ നമുക്ക് നടന്നിട്ടുണ്ട്. ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ട്രേഡ് എടുത്ത ആളായിരുന്നു. ആരാണ് എടുത്തിരിക്കുന്നത്? പ്രവീൺ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രവീൺ ഇന്റേണലി നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രവീൺ എടുത്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, പകുതി ഇറങ്ങി പോന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ആക്ച്വലി അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിക്ക് ചെയ്തിട്ടാണ്, ഗ്രൂപ്പിലിട്ടാണ്. അപ്പോൾ ഞാനൊരു ട്രേഡ് എന്നുള്ള രീതിയിലല്ല ഇട്ടത്. അത് ആരെങ്കിലും കണ്ടിട്ട് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ കൂടിയിട്ടാണ് അതിന്റെ ട്രേഡ്. അല്ല, ഇതിട്ടിട്ടാണ് പറഞ്ഞ വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചത്. അപ്പോ അപ് ട്രെൻഡ് ആണ്. പിന്നെ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആവും, അല്ല സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ് ട്രെൻഡ് ആണ്, ഡൗൺ ട്രെൻഡ് ആണ്, സൈഡ് വേസ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ കുറച്ച് ആളുകൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താ പറയാ അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ പറയാം അവർക്ക് കൺഗ്രാജുലേഷൻസ്. അപ്പോ തുടർന്നും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്വയം അനാലിസിസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡന്റ് കിട്ടുള്ളൂ. എനിവേ ഇത് വർക്ക് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ക്ലിയർ ആയിട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ പിക്ചേഴ്സ് ഒന്ന് പിക്ക് ചെയ്യാം. ഷെല്ലി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷെല്ലി അത് ഏകദേശം അത് മാർക്കറ്റ് ഇപ്പൊ തന്നെ ബ്രേക്കിംഗ് നടന്നു. ഷെല്ലി 8:30 ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പോ ഷെല്ലി പറഞ്ഞിരിക്കുന്ന സമയം 10 മണിയായിരുന്നു. പക്ഷെ അത് 8:30 നടന്നിട്ടുണ്ട്, കുറച്ച് മുന്നേ നടന്നിട്ടുണ്ട് ഷെല്ലി. ഞാൻ എന്തായാലും പിക്ചർ പിക്ക് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ച ന്യൂസ് വന്നതിന് ശേഷം ബ്രേക്ക് ആവുള്ളൂ. പിക്ചർ പിക്ക് ചെയ്യുന്നില്ല. ബിജോയ് ഏറെക്കുറെ അത്രയും നല്ലൊരു ഇതായിട്ട് വരച്ചു വെച്ചിട്ട് എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തില്ല? ഞാൻ ചോദിച്ചു. എന്താ എടുക്കാഞ്ഞത്? നന്നായിട്ട് വരച്ചു വെച്ചിട്ട് ട്രേഡ് വരയ്ക്കുന്നുണ്ട്, പക്ഷെ എടുക്കല് അങ്ങോട്ട് ശരിയാവണില്ല. എടുക്കല് ശരിയാവണില്ല. അല്ല, എന്താണ് അതിന്റെ കോൺഫിഡൻസ് കുറവ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അത് എടുക്കാൻ വരുന്ന സമയത്ത് ഇത് തെറ്റോ അങ്ങനെ ഒരു സാധനം, അതാണ്. വിജയ് മാർക്കറ്റ് സ്ട്രക്ചർ വിജയ്ക്ക് അറിയാവുന്നല്ലേ? അതെ. ഞാനതാ പറഞ്ഞത്, വിജയ്ക്ക് മറ്റുള്ള ആളുകളെക്കാളും കൂടുതൽ അറിയാവുന്ന കാര്യമാണ് മാർക്കറ്റ് സ്ട്രക്ചറും ട്രെൻഡ് ലൈനും, അതുപോലെ തന്നെ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അറിയാൻ. അതില് വിജയ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് മൈനർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എടുക്കണ്ട, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ 1-2 തവണ അങ്ങനെ വരച്ചു നോക്കും. മേജർ ആയിട്ട് ആദ്യം നോക്കിയിട്ട് മൈനർക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ട്രെൻഡിന് അഗേൻസ്റ്റ് ആണോ അതോ ട്രെൻഡിന് അനുകൂലമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത് വിജയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ്. മൈനോറിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായോ? ഓക്കെ. വിജയ് ഇത് വരച്ചിരിക്കുന്ന കറക്റ്റ് ആയിരുന്നു. ട്രേഡ് ഉണ്ടായിരുന്നു, നല്ല രീതിയിലാണ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് വിജയ് ഇതിന്റെ ഒരു പ്രശ്നം കണ്ടില്ലേ? ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മോളിൽ പോയാൽ തന്നെ എന്ത് സംഭവിക്കും? അതിനൊരു നമ്മുടെ എൻട്രി പോയിന്റ് ഭയങ്കര വ്യത്യാസം വരും. ഓക്കെ.
അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വരയ്ക്കണം. ഞാനിപ്പോ കാണിച്ചു തരാം എന്താ എങ്ങനെയാന്നുള്ളത്. ഓക്കെ. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാനിപ്പോ വിജയുടെ അതേ ഇത് തന്നെയാണ് ഞാൻ ഗ്രൂപ്പിലിട്ട്. വിജയുടെ നോക്കിയാൽ കാണാം. ഇവിടെയാണെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കുറച്ച് താഴ്ന്നില്ലേ, ഒരു പൊടിക്കയിലും താഴ്ന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഉണ്ടോ? താഴ്ന്നിട്ടുണ്ടോ? ഇത് 3 മിനിറ്റിന്റെയാണ് അല്ലെ? 3 മിനിറ്റിന്റെ അല്ലേ അല്ല വരച്ചിരിക്കുന്നത്? വിജയ് വരച്ചിരിക്കുന്നത് മുകളിൽ പോയത് രണ്ടും ഒരുപോലെ തന്നെയാണോ? ഇത് ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ള രീതിയിലായപ്പോ ഞാൻ 5 മിനിറ്റിലാണ് എടുത്ത് വരച്ചിട്ടുണ്ടായിരുന്നത്. 3 മിനിറ്റ്സ് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. നമ്മൾ രണ്ടുപേരും വരച്ച ഒരേ ഇതിൽ തന്നെയാണ്. പക്ഷെ ഞാൻ ഇതെന്ത് ചെയ്തിരിക്കുന്നു, കുറച്ച് സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. വിജയ് എടുത്തപ്പോ പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് കേട്ടോ. കറക്റ്റ് തന്നെയാണ്, നമ്മൾ രണ്ടുപേരും വരച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ. വന്നിരിക്കുന്നത് കറക്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ജിയാസോടില്ലേ? ആക്ച്വലി ഇതിന്റെ 1-2 കാര്യം പറഞ്ഞല്ലോ. ജിയാസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. പ്രവീൺ ഈ ഒരു ട്രേഡ് ഞാൻ പ്രവീണിന്റെ ഞാൻ പിക്ക് ചെയ്യുന്നില്ല കേട്ടോ. പ്രോഫിറ്റ് കിട്ടിയ ഒരു ട്രേഡ് ഉണ്ട്, ഞാൻ പിക്ക് ചെയ്യുന്നില്ല. ഞാൻ ലോസിന്റെ ഞാൻ പിക്ക് ചെയ്ത് തരാം എന്താണെന്നുള്ളത്. അപ്പൊ ജിയാസും കൂടി പറയുന്ന സമയത്ത് ജിയാസിന്റെ കാര്യം കൂടി പറയുന്ന സമയത്ത് പ്രവീണ് മനസ്സിലാവും. ജിയാസ് ഇതിന്റെ ആദ്യമേ ഓരോരോ പ്രോബ്ലംസ് ഞാൻ പറയാം. ഒന്ന്, മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ജിയാസ് മാർക്ക് ചെയ്തിട്ടില്ല. ഒന്ന്, എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയറി വന്ന ഏരിയ നോക്കാം ഏതാന്നുള്ളത്. ഇത് കയറി വന്ന പോയി തന്നെ ജിയാസ് തന്നെ നോക്കിയാൽ മതി. മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടില്ല ഒന്ന്. രണ്ടാമത്, മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ഇവിടെ നോക്കിയിട്ടില്ല. ഇതിവിടെ ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് ഈ ബ്ലാക്ക് ക്യാൻഡലിന്റെ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് എന്തുണ്ട്, മാർക്കറ്റ് റിവേഴ്സൽ തരാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ 50 മിനിറ്റ്സിലല്ലേ എടുത്തിരുന്നത്. ആ ക്യാൻഡിൽ എന്ത് ക്യാൻഡിൽ 50 മിനിറ്റ്സ് വന്നിട്ട് 5 മിനിറ്റ്സ് ഞാൻ തെറ്റി പറഞ്ഞാണ്, 50 മിനിറ്റ്സിലാണ് വന്നത്. എന്താണ് ഇവിടെ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് റിജക്ഷൻ ക്യാൻഡിൽ തന്നിട്ട് നെക്സ്റ്റ് എൻഗൾഫിംഗ് തന്നിരിക്കുന്നത്. ഒരു മോർണിംഗ് പാറ്റേൺ ഇവിടുന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതെന്താണ് ഏരിയ? ആ ഏരിയ നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു ഏരിയയും സപ്പോർട്ട് ഏരിയ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അത് മോർണിംഗ് പാറ്റേൺ തന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഇതിൽ വന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മോർണിംഗ് പാറ്റേൺ ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മോർണിംഗ് പാറ്റേൺ സംഭവിക്കുന്ന സമയത്ത് അതിന് റിവേഴ്സൽ ആവാനുള്ള സാധ്യത. പിന്നെ ഒന്നാമത്, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം നിങ്ങളോട് പലപ്പോഴും പറയുന്നത്. കാരണം നമുക്ക് 50% നിങ്ങളത് ഓൾറെഡി 50% റൺ ചെയ്ത ട്രേഡാണത്. 50% റൺ ചെയ്ത അത് നോക്കുക. 24-11 അല്ല, 24-11 നിന്ന് 11-12 വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, 11,500 കൂട്ടിയാൽ മതി. 24-11,500 നിന്ന് എവിടം വരെ എത്തിയിട്ടുണ്ട്? 24,700 വരെ എത്തിയിട്ടുണ്ട്. 24,07 വരെ എത്തിയിട്ടുണ്ട്. ഏകദേശം 50 പിപ്പിന്റെ മുകളിൽ 50 പിപ്പിന്റെ മുകളിൽ കളക്ട് ചെയ്തിട്ടാണ് പിന്നെ പോയിട്ട് എത്ര പിപ്പ് അടിക്കുന്നത്? ജിയാസ് 30 പിപ്പ് 35 പിപ്പ് SL അടിക്കുന്നത്. കണ്ടോ ജിയാസ്? 1:1.5 ഓൾറെഡി തന്നിട്ടുണ്ട് അതിന്, അല്ലെങ്കിൽ 1:1.3 തന്നിട്ടുണ്ട് ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ. എന്നിട്ട് പോയിട്ടാണ് SL അടിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരിക്കലും വെച്ചത് പിന്നെ ഗ്രൂപ്പിൽ പറയാത്തോണ്ട് ഞാൻ പിന്നെ അത് കേറ്റി വെച്ചതാണ്. അപ്പൊ പിന്നെ ഒന്നാമത് ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത്, സിഗ്നൽ ഇടുന്ന സമയത്ത് ജിയാസ് പറയും വേണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കും വേണം. സാധ്യത ഉണ്ട് ഉള്ള ആളുകൾ വേണമെങ്കിൽ. ഞാനത് പറയാതിരുന്നാണ് കേട്ടോ, ഞാൻ കറക്റ്റ് കണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഞാൻ കുറെ മനഃപൂർവ്വം കുറെ കാര്യങ്ങൾ മിണ്ടാണ്ടിരുന്നതാണത്. അത് നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് അപ്പൊ തന്നെ പറയായിരുന്നു, കാരണം ഈ പോണ പോക്ക് ശരിയല്ല. കാരണം എടുത്തിരിക്കുന്ന ഏരിയ ഒന്നും കൂടി നോക്കിയാൽ ജിയാസിന് മനസ്സിലാവും. ഞാൻ പറയുന്നില്ലത്, ജിയാസിന് മനസ്സിലാവും. ഈ ക്യാൻഡിൽ താഴെ വന്നിരിക്കുന്ന ക്യാൻഡിൽ കയറി പോയിരിക്കുന്ന ഏരിയ എവിടെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ജിയാസിന് മനസ്സിലാവേണ്ടതാണ്. ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിൽ ജിയാസിന് മനസ്സിലാവേണ്ട ഏരിയയാണ്, ജിയാസിന് മനസ്സിലാക്കേണ്ട ഏരിയയാണ് അത്. അപ്പൊ എന്നിട്ടാണ് അത് തെറ്റ് പറ്റിയത്. തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ ആക്ച്വലി തെറ്റ് തന്നെയാണ്. എന്താണ്, മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിന് നോക്കിയിട്ടില്ല. ഈവൻ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് നോക്കിയില്ലെങ്കിൽ പോലും എന്താണ്, 15 മിനിറ്റ് സമയത്ത് കൃത്യമായിട്ട് ജിയാസിന് കിട്ടിയാണ്. കൃത്യമായിട്ട് അവിടെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗ് പാറ്റേൺ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മോർണിംഗ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മോർണിംഗ് സ്റ്റാർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജിയാസിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയേണ്ടായിരുന്നു അത്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടില്ല ജിയാസ്. എന്താന്ന് വെച്ചാൽ അതൊരു ചാനലിൽ കൂടി ആയിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, മുന്നാർക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ ജിയാസ്. അത് കേട്ടോ, ഓക്കെ എന്നാ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും കൈബന്ധിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു അടുത്ത പിക്ചർ പിക്ക് ചെയ്യുന്നേക്കാളും മുന്നേ. ജെയിന് സ്ട്രാറ്റജി കിട്ടിയില്ലല്ലോ? കിട്ടിയിട്ടുണ്ട് സാർ. സാറിന് ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. തെറ്റാണോന്ന് വെച്ചത് ചർച്ചല്ല. അല്ല, അതില് കാരണം ഇപ്പൊ ജെയിൻ എടുത്തിരിക്കുന്ന എൻട്രി പോയിന്റ് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള എൻട്രി പോയിന്റ് എന്നാണ് എടുത്തിരിക്കുന്നത്. ജെയിൻ എടുത്തിരിക്കുന്ന എൻട്രി പോയിന്റ് നോക്കുകയാണെങ്കിൽ തെറ്റായിട്ടുള്ള എൻട്രി പോയിന്റ് എന്നാണ് എടുത്തിരിക്കുന്നത്. എൻട്രി പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റായ എൻട്രി പോയിന്റ് ആണ് ആക്ച്വലി.
എന്തുകൊണ്ട് എന്നുള്ളത് ജയൻ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അതിൽ തന്നെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോയിന്റിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ മിസ്റ്റേക്ക് വന്നു. ജയൻ മാർക്ക് ചെയ്ത 1, 2, 3, 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ള തെറ്റാണ് ആക്ച്വലി ആ കാണുന്നത്. പോയിന്റ് മാർക്ക് ചെയ്തതിലുള്ള തെറ്റാണ് അത് കാണുന്നത്. ഓക്കെ, എടുത്തിരിക്കുന്ന എൻട്രി പോയിന്റ് തെറ്റാണ് ആക്ച്വലി. അത് ഐ മീൻ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1, 2, 3 കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. പക്ഷെ 1, 2, 3 എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് അവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായോ? എന്താണെന്നുള്ളത് സാർ മിസ്റ്റേക്ക് ജയൻ, ഞാനത് തീർത്തും പുതിയ ആളുകളോട് ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല സാർ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യം ഇങ്ങനെ വിട്ടു പറയാതിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, നിങ്ങൾ വന്നപ്പോഴുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ അറിയാലോ. എനിക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ മാർക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സിങ്ക് പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്, അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, കറക്റ്റ് സിങ്ക് പോയിന്റ് എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. ജെയിൻ തന്നെ പോയിട്ടൊന്ന് ചാട്ടി നോക്കി, ഈ ഒരു ഭാഗം എടുത്ത് ചാട്ടി പോയി നോക്കി ഞാൻ ജെയിനെ പിടുത്തം കിട്ടും. ഓക്കെ, ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ്. താങ്ക് യു സാർ, മനസ്സിലായി. ഓക്കെ. പ്രവീൺ ലോസ്റ്റ് ട്രേഡ് സെയിം ലോസ്റ്റ് ട്രേഡ് തന്നെ എടുത്തത്, ജിയാസ് എടുത്തത് സെയിം ലോസ്റ്റ് ട്രേഡ് തന്നെ പ്രവീൺ എടുത്തത് അല്ലേ? അപ്പൊ ഞാനത് ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. അജയ് ഘോഷ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അറിയാം? അജയ് ഘോഷ് ഇപ്പോഴും അജയ് ഘോഷിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലായോ? അത് മറ്റേ ടൈം ഫ്രെയിം 5ന്റെ ഉണ്ടായിരുന്നു, അതിലിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതായിട്ട് എന്റെ എക്സ്ക്യൂസ് പറയുന്നതല്ല, ഇന്ന് കറണ്ടിന്റെ പ്രശ്നം, പിന്നെ പെട്ടെന്ന് അത് കിട്ടി, ഇത്തിരി തിരക്ക് കൂടി, അതുണ്ടായത്. അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് നോക്കിയിട്ട് ഞാൻ ഇട്ടുള്ളൂ. ആ ഇട്ടതിന് ശേഷമാണ് പിന്നെ എന്തായാലും പിൻവലിക്കണ്ട എന്ന് വെച്ചാൽ തെറ്റുകൾ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഏതായാലും ഇട്ടു, ഞാൻ ട്രേഡ് എടുക്കുകയും ചെയ്തു സാർ അത്. അപ്പൊ പിന്നെ എന്തായാലും മിസ്റ്റേക്ക് ആയി. അപ്പൊ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ചെയ്യുന്ന ട്രേഡിൽ വരുന്നത് മിസ്റ്റേക്ക് ഒന്ന് തന്നെയാണ് ഇവിടെയും വരുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മര്യാദയ്ക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അറിയാം എവിടുന്നാണ് ഇപ്പൊ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയ ഏരിയ ഏതാണെന്നുള്ള അറിയാം. ഇന്നത്തെ മോർണിംഗ് അനാലിസിസിൽ പറഞ്ഞ ഏരിയ, അല്ലെങ്കിൽ സോറി ഇന്നത്തെ ഏരിയ എന്ന് പറഞ്ഞത് ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്ന ഏരിയ. മോർണിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്ന ഏരിയയിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഒന്ന്, ബേസിക്കലി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൺസോളേഷൻ നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതന്നെയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൺസോളേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു മാനിപ്പുലേഷൻ നടക്കും, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് മാർക്ക് ആവുകയാണെങ്കിൽ, എന്താണ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് കയറിപ്പോയ ഏരിയ ആണല്ലോ, കറക്റ്റ് ആയിട്ട് അടിച്ചിട്ട് കയറിപ്പോയതല്ലേ അത്. മാർക്ക് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കിട്ടിയേനെ, അതും ചെയ്തിട്ടില്ല. പോയിട്ട് ഒന്നുകൂടി നോക്കുക. ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല തീർത്തും പുതിയ ആളുകളായതുകൊണ്ടാണ് ഞാൻ വിട്ടു പറയാത്തത്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ പറയാം. കാരണം ഇന്ന് അജയ് ഘോഷിനോട് ഇത് തന്നെയാണ് പറയുന്നത്. അജയ് ഘോഷ് തിരിച്ചും എനിക്ക് പറയുന്ന ആൻസർ ഇത് തന്നെയാണ്, അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയെന്നുള്ളത്. പറ്റല് എനിക്കറിയാം പറ്റിയെന്നുള്ളത്, പക്ഷെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എന്നും ആ ഒരു രീതിയിൽ പോകാൻ പറ്റില്ല, നമുക്ക് മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയാണ് ഗ്രൂപ്പിലുള്ളത്. പിന്നെ റിപ്പീറ്റഡ് ട്രേഡ് ആണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല.